ഹായ് എവരിബഡി, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റിനെ പറ്റിയാണ്. നമ്മൾ ഓഫീസുകളിൽ എല്ലാവരും തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. നമ്മൾ ബൾക്ക് ഡാറ്റയിൽ ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുവാനും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എക്സൽ. ഈ എക്സലിൻ്റെ തന്നെ എല്ലാ ഫങ്ഷൻസ് വരുന്ന ഗൂഗിളിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഗൂഗിൾ ഷീറ്റ് എന്ന്. ഈ ഗൂഗിൾ ഷീറ്റിന് എക്സലിൻ്റെ ഫങ്ഷൻസ് കൂടാതെ തന്നെ അതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്സ് വേറെയുമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ ആയിട്ട് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മൾ ഗൂഗിൾ ഷീറ്റിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ഫങ്ഷൻസുമാണ്. നമുക്ക് ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. ഗൂഗിൾ ഷീറ്റ് എന്നുള്ളതൊരു ഗൂഗിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജിമെയിൽ അക്കൗണ്ട് ത്രൂ ആണ് ഇത് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് ഈസി ടു ആക്സസ് ആണ്. ഒരു ഗൂഗിൾ ഷീറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഞാനൊരു ഓഫീസിലിരുന്ന് ഒരു ഷീറ്റ് ഓപ്പൺ ആക്കി കുറച്ച് ഡാറ്റ അതിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾക്ക് ഓഫീസിൽ വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മൾ മൊബൈൽ ത്രൂ ജിമെയിൽ ഓപ്പൺ ആക്കി നമുക്ക് ആ ഗൂഗിൾ ഷീറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് ആക്സസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോ റെക്കോർഡിംഗ് ആണ്. അതായത് നമ്മൾ ഈ ഗൂഗിൾ ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി തന്നെ സേവ് ആകുന്നതാണ്. ഗൂഗിൾ ഷീറ്റിന് സെപ്പറേറ്റ് സേവ് ബട്ടൺ എന്നൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് എഡിറ്റിംഗ് ഒരു കുത്തോ കോമയോ വരെ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആകുന്നതാണ്. അതുപോലെ തന്നെ അത് നമുക്കത് റീസ്റ്റോർ ചെയ്തെടുക്കാനും സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഇന്ന് സേവ് ചെയ്തിട്ടുണ്ട്, ഒരു 4 ദിവസത്തിനോ 5 ദിവസത്തിനോ ശേഷം ഇന്നെന്തായിരുന്നു ഡാറ്റ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്ത് നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരേ സമയം ഗൂഗിൾ ഷീറ്റ് വർക്ക് ചെയ്യാൻ സാധിക്കും. 1 2 3 പേർക്ക് ഒറ്റ ഷീറ്റിൽ തന്നെ ഒരേ സമയം വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് മാനേജ്മെൻറ്റിന് വ്യൂ ചെയ്യുവാനും സാധിക്കും. ഞാനിനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. ഞാൻ ഓൾറെഡി ക്രോമിൽ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിലുള്ള 9 ഡോട്ട്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ സാധിക്കും. എല്ലാം തന്നെ ഉണ്ടാവും. അതിൽ ആ ഷീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഷീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും ആദ്യം വരുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ഒരു ബ്ലാങ്ക് ഷീറ്റ് ഓപ്പൺ ആക്കാനുള്ളതും ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി ഗൂഗിളിൻ്റെ തന്നെ ടെംപ്ലേറ്റ്സ് ആണ്. ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ഓരോ ഫോർമാറ്റ്സിൻ്റെ ഒരു ടെംപ്ലേറ്റ്സ് ആണ്. അതിൽ ടെംപ്ലേറ്റ്സ് ഗാലറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോർമാറ്റ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ലെഫ്റ്റ് സൈഡുള്ള 3 ലൈൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ മറ്റു പ്രോഗ്രാംസ് കാണാൻ സാധിക്കും. അതായത് ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്സ്, ഗൂഗിൾ ഫോറംസ്. ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേഡിൻ്റെ സെയിം ഫങ്ഷൻസ് വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഗൂഗിൾ ഷീറ്റ് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഫങ്ഷൻസ് വരുന്നതും, ഗൂഗിൾ സ്ലൈഡ് പവർ പോയിൻറ്റിൻ്റെ ഫങ്ഷൻസ് വരുന്നതുമാണ്. പിന്നെ ഗൂഗിൾ ഫോംസ് എന്നുള്ളത് നമുക്ക് പബ്ലിക്കിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോംസ്. പിന്നെ ഇതിൽ ബ്ലാങ്ക്സ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗൂഗിൾ ഷീറ്റ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ് ഗൂഗിൾ ഷീറ്റിനുള്ളത്. എക്സലിൽ ഉള്ളതുപോലെ തന്നെ ഇതിലും മറ്റേ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, ഡാറ്റ അങ്ങനത്തെ ഇതും ടൂൾസും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റേ ഇറ്റാലിക്സ്, ബോൾഡ്, പെയിൻറ്റ്, ഫിൽറ്റർ, ഫങ്ഷൻസ് അങ്ങനത്തെ എക്സലിലുള്ള എല്ലാം തന്നെ നമുക്ക് ഇതിലും കാണാൻ സാധിക്കും. ഇനി ലെഫ്റ്റ് സൈഡ് ടോപ്പിലുള്ള അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഷീറ്റിൻ്റെ നെയിം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതിന് സാമ്പിൾ ഡാറ്റ എന്ന് കൊടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ ഷീറ്റിന് പേര് ചെയ്യും. ഇതിലിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. അതുകൊണ്ട് സേവ് എന്ന് ക്ലിക്ക് ചെയ്യേണ്ട നമുക്ക് ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ നെയിം ചേഞ്ച് ചെയ്ത ശേഷം ഇനി അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു ഫോൾഡർ ചിഹ്നം കാണാൻ സാധിക്കും. ആ ഫോൾഡർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫയൽ നമ്മളെ മൈ ഡ്രൈവിനകത്ത് സേവ് ചെയ്ത് സാധിക്കും. അതായത് ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും പോകുന്നത്. അതിൽ നമ്മൾ മൈ ഡ്രൈവിൽ നമുക്കൊരു പർപ്പസ് അനുസരിച്ച് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾഡറിൽ തന്നെ നമുക്കത് മൂവ് ചെയ്തിടാൻ സാധിക്കും. പിന്നെ സാമ്പിൾ എന്നുള്ള ഫോൾഡറിനകത്ത് തന്നെ ഞാനത് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് നമുക്കിത് ഓപ്പൺ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിലെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഓട്ടോ സേവ് ആയിരിക്കും. അതേപോലെ തന്നെ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ.
അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഇതിൽ ഓൾ ചേഞ്ചസ് സേവ്ഡ് ഇൻ ഡ്രൈവ്, ഈ ഓൾ ചേഞ്ചസ് സേവ്ഡ് ഇൻ ഡ്രൈവ് എന്നുള്ളതിനകത്തായിരിക്കും നമ്മളിതിൽ ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം സേവായി കിടക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊരു കുത്തോ കോമ വരെ മാറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഡാറ്റ കൊടുക്കും, സീരിയൽ നമ്പർ, നെയിം, ഏജ്, വർക്ക്. ഓക്കെ, ഞാനിവിടെ എന്ത് അടിച്ചു കൊടുക്കുമ്പോഴും അവിടെ മുകളിൽ സേവിങ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഓൾ ചേഞ്ചസ് സേവ്ഡ് ഇൻ ഡ്രൈവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താണോ ഇവിടെ ചേഞ്ചസ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിലിപ്പോൾ ഈ കളർ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിക്ക്, ഓരോ മെയിൽ ഐ ഡിക്കും ഓരോ കളറായിരിക്കും. അതായത് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണോ എഡിറ്റ് ചെയ്തേക്കുന്നുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോരോ മെയിൽ ഐ ഡിക്കും ഓരോരോ കളറായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 5:45 ഈ ഷീറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. 5:45 ഒരു ബ്ലാങ്ക് ഷീറ്റ് ആയതുകൊണ്ട് അതവിടെയുണ്ട്. നമുക്കിനി ആ ബ്ലാങ്ക് ഷീറ്റിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ റീസ്റ്റോർ സിറ്റുവേഷനിൽ ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5:45 ആ ഷീറ്റ് എന്തായിരുന്നോ അതായിരിക്കും അവിടെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ 5:45 ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ബ്ലാങ്ക് ഷീറ്റ് ആയിരുന്നു. നമ്മളത് റീസ്റ്റോർ ചെയ്തപ്പോൾ നമുക്ക് ആ ബ്ലാങ്ക് ഷീറ്റ് ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ എന്ത് ഡാറ്റ ആയിരുന്നോ ഉണ്ടായിരുന്നത് ആ ഡാറ്റ ആയിരിക്കും നമുക്കത് പിക്ക് ചെയ്തുകൊണ്ട് തന്നെ. ഇപ്പോൾ എന്തെങ്കിലും ഡാറ്റ ഉണ്ടായിരുന്നു നമ്മളത് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം തിരിച്ച പഴയ ഡാറ്റയിലേക്ക് തന്നെ കൊണ്ടുവരുത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് അവിടെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ റീസ്റ്റോർ ചെയ്തതാണെങ്കിൽ അതവിടെ കാണിക്കാൻ പറ്റും, റീസ്റ്റോർഡ് വേർഷൻ എന്നുള്ളത്. ഇനി പഴയതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ദിസ് വേർഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് എന്തായിരുന്നോ കറൻ്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഡാറ്റയിലേക്ക് നമുക്കിവിടെ വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എത്ര പഴയ ഡാറ്റാസ് വേണമെങ്കിലും നമുക്ക് റീസ്റ്റോർ ചെയ്തെടുത്ത് അത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ്. ഞാൻ പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരേ സമയം ആക്സസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് അതിനായി റൈറ്റ് സൈഡ് മേലുള്ള ആ ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആർക്കൊക്കെയാണോ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി ഈ കോളത്തിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ജിമെയിൽ ഐ ഡി ഇപ്പോൾ ഒരു ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ അത് ചെയ്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡ് ഒരു ഡ്രോപ്പ് ഡൗൺ കാണാം. ഇമെയിൽ ടൈപ്പിന് ശേഷം ആ ഡ്രോപ്പ് ഡൗണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ക്യാൻ എഡിറ്റ്, ക്യാൻ കമൻറ്റ്, ക്യാൻ വ്യൂ. ക്യാൻ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന വ്യക്തിക്ക് ആ ഷീറ്റിനകത്ത് ഫുൾ ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ, അതിലെന്ത് എഡിറ്റിങ്സ് വേണമെങ്കിലും എന്ത് ചേഞ്ചസ് വേണമെങ്കിലും അവർക്ക് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ക്യാൻ കമൻറ്റ് ആണെങ്കിൽ അയാൾക്ക് കമൻറ്റ് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്യാൻ വ്യൂ ആണെങ്കിൽ അയാൾക്ക് വ്യൂ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഓപ്ഷൻ്റെ അനുസരിച്ചായിരിക്കും അവർക്ക് ഈ ഷീറ്റിലുള്ള ആക്സസ് ഉള്ളതായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഏതാണോ ഷെയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെൻഡ് ചെയ്യാം. നമ്മൾ ഈ സെൻഡ് ചെയ്തത് അവരുടെ ഇൻബോക്സിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ പോലെ വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കിതിൽ കയറി ആക്സസ് ചെയ്ത് എന്ത് വർക്ക് ചെയ്യാനോ എന്താണെന്ന് വെച്ച ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു, അതനുസരിച്ച് അവർക്കിതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ബാക്കി ഇതിലുള്ള ഫങ്ഷൻസ് എല്ലാം തന്നെ നോർമൽ എക്സലിനുള്ള ഫങ്ഷൻസ് തന്നെയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിലൊരു സീരിയൽ നമ്പർ ഇപ്പോൾ ഫില്ല് ചെയ്തു, ഡാറ്റാസ് നമുക്ക് അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇനി കാൽക്കുലേഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സം ആവറേജ് എന്ത് ചെയ്യണമെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡാറ്റ ഞാനിപ്പോൾ ഒരു സെലക്ട് ചെയ്തു, നമുക്കിനി അതിൻ്റെ സമ്മൊക്കെ റൈറ്റ് സൈഡ് അടിയിലായിട്ട് ഒരു കോളത്തിനകത്ത് കാണാൻ സാധിക്കും. സം ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട് എല്ലാം തന്നെ നമുക്കതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ സാധിക്കും. സെപ്പറേറ്റ് ഇക്വേഷൻസിന് ആവശ്യമൊന്നുമില്ല. അതേപോലെ ഫങ്ഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് ഫോർമുലാസൊക്കെ ഉണ്ട്, അത് നമ്മൾ എക്സൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിതിൽ ഉപയോഗിക്കാം. അതുകൂടാതെ ഗൂഗിൾ ഷീറ്റിൻ്റെ മാത്രം കുറേ അഡീഷണൽ ഫങ്ഷൻസും കൂടി അതിലുണ്ട്, അതും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇപ്പോൾ പുറകെയായിട്ട് ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ബെനിഫിറ്റും മാത്രമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഓൾ.